അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളുടെ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹം സാധിക്കുമെങ്കിൽ, അതിന് കഴിവുണ്ട് എങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ. ഉലമാക്കൾ പറഞ്ഞു അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. വിവാഹത്തിന് സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് സമ്പത്ത്, ഒരു ഭാര്യയെ നോക്കാനുള്ള, അവൾക്ക് ഭക്ഷണം കൊടുക്കുക. അവൾ ഭയങ്കര കൊട്ടാരത്തിൽ താമസിപ്പിക്കാനുള്ള സൗകര്യമല്ല, ഒരാൾക്കും കൂടി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം നിനക്കുണ്ട് എങ്കിൽ. അതിപ്പോൾ ചിലപ്പോൾ ചില യുവാക്കൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള വാപ്പാക്ക് ഒരാളെയും കൂടി പോറ്റാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവനെ സഹായിക്കട്ടെ. സഹായിക്കേണ്ട കാര്യമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഹറാമുകൾ വ്യാപിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ കല്യാണം എന്നത്, വിവാഹം എന്നത് ഒരു തമാശയല്ല, അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഉമ്മത്ത് നേരത്തെ വിവാഹം കഴിക്കേണ്ടതുണ്ട്, നിസ്സാരമായി കാണാൻ പാടില്ല ഈ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, വിവാഹം കഴിയുമെങ്കിൽ അവന് വിവാഹം കഴിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തേത്, അവന് സമ്പത്തിൽ ശേഷി ഉണ്ടാവുക, അവന് ഒരാളെ കൂടി നോക്കാൻ കഴിവുണ്ടാവുക, അത്രേ ഉള്ളൂ. വലിയ ജോലി ഉണ്ടാവുക, ഒരു വീട് എടുക്കുക, ഇതൊക്കെ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രയാസമുള്ളതായിരിക്കും. മഹർ കൊടുക്കാൻ കഴിവുണ്ട്, അൽഹംദുലില്ലാഹ്, നീ അള്ളാഹുവിനോട് ദുആ ചെയ്ത് മുന്നോട്ടിറങ്ങുക. രണ്ടാമത്തേത്, അവന് വിവാഹം കഴിക്കാനുള്ള ശേഷി ഉണ്ടാവുക, ശാരീരികമായ ശേഷി ഉണ്ടാവുക. ഇത് ഒത്തുവന്നാൽ അവന് വിവാഹം ചിന്തിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ കാര്യം കൂടുതൽ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ആളുകൾ 30 വയസ്സായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ കാണാം. സഹോദരങ്ങളെ, ഇത് യോജിച്ച പ്രായമല്ല. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കട്ടെ. അതുപോലെ പക്വത എത്തിയിട്ടില്ല, പക്വത എത്തിയിട്ടില്ല എന്ന് പറയും. എന്തിനെത്ര പക്വത കല്യാണം കഴിക്കാൻ? ഭയങ്കര ഗൗരവത്തിൽ ഭാര്യയും ഭർത്താവ് ഇരുന്നാലാണോ വിവാഹബന്ധം ഷറവ്? കുറച്ച് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രായത്തിലല്ലേ കല്യാണം കഴിക്കേണ്ടത്? ഇപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്. ഇത് വളരെ ഗൗരവത്തിൽ പറയും. ഇതിന് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം, വിവാഹം നേരത്തെയാക്കുക എന്നതിന് മനുഷ്യന്മാർ പറയുന്ന ന്യായങ്ങൾ നോക്കിയാൽ എല്ലാം തനിച്ച വിഡിത്തമാണ്. ഒരർത്ഥമില്ലാത്ത ആളുകൾ പറയും, ഓ ഒരു ജോലിയില്ല, ഒരാളും കൂടി വീട്ടിലേക്ക് കയറി വന്നാൽ അവിടെ പട്ടിണിയാവുന്ന പോലെ വർത്താനം കിട്ടേന്. ഒരു പെൺകുട്ടി കൂടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പട്ടിണിയാവാൻ പോകുന്നില്ല. അള്ളാഹു ഒന്ന് നിഅമത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങൾ സാധിക്കുമെങ്കിൽ വിവാഹം കഴിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഹറാമായ വഴികളിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത്. എന്താ അള്ളാഹു പറഞ്ഞത്? അത്തയ്യിബൂന ലിത്തയ്യിബാത്ത്, ശുദ്ധിയുള്ളവർ ശുദ്ധിയുള്ള സ്ത്രീകൾക്കുള്ളതാണ്. ശുദ്ധിയുള്ള പുരുഷന്മാരാർക്കാൻ? ശുദ്ധിയുള്ള സ്ത്രീകൾക്കാണ്. തയ്യിബാത്തു ലിത്തയ്യിബീൻ, ശുദ്ധിയുള്ള സ്ത്രീകളാർക്കുള്ളതാണ്, ശുദ്ധിയുള്ള പുരുഷന്മാർക്കുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്നവൻ, തോന്നിവാസത്തിൽ ജീവിക്കുന്നവൻ, അവന് ലഭിക്കുക, അവന് യോജിച്ച ആളായിരിക്കും. പൊതുവെ അങ്ങനെ. നിന്റെ വിവാഹ ജീവിതം നീ ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധമാകണമെങ്കിൽ വിവാഹത്തിന് മുൻപുള്ള നിന്റെ ജീവിതം ശുദ്ധമാകണ്ടേ? എല്ലാ ഹറാമുകളും കണ്ട്, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും കണ്ടതിന് ശേഷം, എല്ലാ വൃത്തികേടുകളിലും രമിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. എന്താണ് നീ അള്ളാഹുവിനോട് ബാക്കി വെച്ചത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുക. പ്രത്യേകിച്ച് ഈ കാലത്ത്, ആ കാലഘട്ടത്തിലാണ് അത് പറയുന്നത്. ഫിത്ന കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കാലത്ത് എത്രമാത്രം ഗൗരവത്തിൽ പറയുന്നത്.